നിനക്ക് ഭ്രാന്താണ് എന്ന് ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊരവസരമായി മുതലെടുക്കണം. കാര്യം പരിധികളില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ ഈ ആക്ഷേപം നമ്മളെ സഹായിച്ചേക്കും. ഇതുതന്നെയാണല്ലോ യേശുവും ചെയ്തത്. പണ്ട് യേശുവിൻ്റെ നാട്ടിലെ ചില മനുഷ്യരൊക്കെ പറഞ്ഞത് ഇവന് ഭ്രാന്തെന്നാണ്. അത് കേട്ടപ്പോൾ യേശു ഇതൊരവസരമാക്കി മാറ്റി. പരിധികളില്ലാതെ നടന്നു, പരിധികളില്ലാതെ സംസാരിച്ചു, പരിധികളില്ലാതെ അവൻ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. അത് മാത്രമല്ല, മരണത്തിലേക്ക് പോലും എല്ലാവരും ഭയത്തോടെ പ്രവേശിക്കുമ്പോൾ യേശു ധൈര്യത്തോടെ സന്തോഷത്തോടെ പ്രവേശിച്ചു. ഈ അബ്നോർമൽ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു സാധ്യതയാണ്. മറ്റാരും ചിന്തിക്കാത്തതുപോലെ ചിന്തിക്കാനും മറ്റാരും പെരുമാറാത്തതുപോലെ പെരുമാറാനും മറ്റുള്ളവരെല്ലാവരും അത്ഭുതപ്പെടുന്ന രീതിയിൽ വ്യത്യസ്തനായി മാറാനും. എനിക്ക് തോന്നുന്നു കുറച്ച് അബ്നോർമാലിറ്റി നല്ലതാണ്. കുറച്ചൊക്കെ മനുഷ്യരിൽ നിന്ന് മാറി ചിന്തിക്കാനും വ്യത്യസ്തനാകാനും ഇതിലും വലിയൊരു ആക്ഷേപം വേറെയില്ലല്ലോ.